ഞാൻ പറയുന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരളത്തിലെ മലയാളികൾ ആരാധിക്കുന്ന ഒരു പ്രമുഖ നടനായിട്ടുള്ള മോഹൻലാൽ ഇന്നൊരു ഖേദപ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുന്ന ശേഷം 3-4 കോടി വരുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതിലൊരാൾ പോലും വേദനിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ അതിനെ കണ്ടാൽ മതി. അതിനേക്കാളും അപ്പുറം അതിനെ കാണേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ എല്ലാ മലയാളികളും ഒരുപോലെ ആരാധിക്കുന്നവരാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരു മലയാളി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ മോഹൻലാലുമായി ബന്ധപ്പെടുന്ന ആൾക്കാരാണ് മലയാളികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ കാണാത്ത ഒരു മലയാളി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത്രയധികം ആത്മബന്ധം മലയാളികൾ ഈ പറയുന്ന മോഹൻലാൽ സിനിമയിൽ കൂടി അദ്ദേഹത്തോട് പുലർത്തി വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇത്ര വലിയ നടനാക്കി മാറ്റുന്നതെന്ന് പറയുന്നത് മലയാളികളാണ്. കാരണം അവരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു മോശമുണ്ടായി, അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് അതിനകത്ത് രാഷ്ട്രീയം, മതം, അതുപോലെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ ഒരാൾക്ക് പോലും വേദന ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ആ വേദന ഈ മോഹൻലാലിൻ്റെ അഭിനയം കൊണ്ടൊരു വേദന ഉണ്ടായാൽ അത് അംഗീകരിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മോഹൻലാലിനില്ല. അതുകൊണ്ട് അദ്ദേഹം ശക്തമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്തിനാണ് നിങ്ങൾക്ക് ഓരോ മലയാളികൾക്കും ഏതെങ്കിലും ഒരു മലയാളിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. എത്രയോ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഒരു സമ്മർദ്ദമുണ്ടായി. എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദം ഉണ്ടാകുന്നത്? ആ സമ്മർദ്ദം ഉണ്ടാകുന്നത് ഈ പറയുന്ന മുരളി ഗോപിൻ്റെ സ്ക്രിപ്റ്റാണല്ലോ അത്. ഈ മുരളി ഗോപി നല്ല വൃത്തിയായി എഴുതി സംവിധാനം ചെയ്യേണ്ട ഒരു പടം, അല്ലെങ്കിൽ എഴുതി പൃഥ്വിരാജിന് കൊടുത്ത ഒരു കഥ, ആ കഥയിൽ കാര്യമായ മാറ്റം വരുത്താതെ അത് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആരുടെ ഈ പറയുന്ന കഥ വെട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാലാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ അതിൽ നിന്ന് 17 ഭാഗങ്ങൾ വെട്ടുമ്പോൾ അത് വെട്ടുന്നത് ശരിക്കും പൃഥ്വിരാജിൻ്റെ അല്ല, അത് വെട്ടുന്നത് മുരളി ഗോപിൻ്റെയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഖേദപ്രകടനം പ്രതീക്ഷിക്കുന്നത് എന്ന് ആരുടെ അടുത്തുനിന്നാണ്? മുരളി ഗോപിൻ്റെ അടുത്തുനിന്നാണ്. അങ്ങനെ ഒരു മുരളി ഗോപി ഒരു ഖേദപ്രകടനം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ മാത്രം ഈ പറയുന്ന കഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഒരു കഥയുണ്ടാക്കി ആ കഥ വിഷ്വൽ ആവിഷ്കാരം നടത്തുന്ന സമയത്ത് അതൊരു സിനിമയായി മാറുന്നത് അല്ലേ. അപ്പോൾ ആ സ്ഥലത്ത് വിഷ്വൽ ആവിഷ്കാരം നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ ചെയ്ത പൃഥ്വിരാജ് അതിനകത്ത് കുറ്റം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണോ ഒരു കഥ അത് എല്ലാ നടന്മാരെയും പറഞ്ഞ് കേൾപ്പിച്ച് വായിച്ച് കേൾപ്പിച്ചിട്ടാണ് സാധാരണ സിനിമയിൽ അഭിനയിക്കുക. ചെറിയ കഥ തുടങ്ങി വലിയ കഥ വരെ അങ്ങനെയാണല്ലോ. അപ്പോൾ മുരളി ഗോപി അത് വൃത്തിയായി എഴുതിയ കഥ അത് പൃഥ്വിരാജ് സംവിധാനം ചെയ്തു എന്നുള്ളതാണ്. ആ ശക്തിവാനം ചെയ്ത അല്ലെങ്കിൽ എഴുതിയ മുരളി ഗോപിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതൊരു ബുക്ക് പോലെയോ അല്ലെങ്കിൽ അതൊരു നാടകം പോലെയോ അതുപോലെ തന്നെയാണ് ഞാൻ സിനിമയിലും കാണുന്നത്. ഒരു ബുക്ക്, എത്രയോ ബുക്കുകൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ എത്ര ബുക്കുകൾ നിരോധിച്ചിട്ടുണ്ട്, എത്ര നാടകങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, എത്ര സിനിമകൾ നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിരോധിക്കുന്ന എന്താണ്? ആർക്കെങ്കിലും ഒരാൾക്ക് പൊള്ളുന്ന സമയത്ത് അത് നിരോധിക്കണം. അത് പ്രബലനാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറയാം, ഇതിപ്പം ഒരു തമിഴ്നാട്ടിലെ ഒരു DMK പാർട്ടീനെ കുറിച്ചിട്ടാണെങ്കിൽ ആ നാട്ടിലെ അതിന് പ്രശ്നം ഉണ്ടാവുള്ളൂ. കർണാടകയിലെ ഒരു സാധാരണ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് വേറൊരു സ്ഥലത്ത് അത് നിരോധിക്കാൻ പറയില്ല. ആർക്കാണോ എഫക്റ്റ് ചെയ്യുന്നത് അവരത് നിരോധിക്കാൻ പറയും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഘപരിവാർ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. അതിനെന്താ, ഇപ്പം ഇന്ന് ഈ 17 ഭാഗങ്ങൾ വെട്ടുമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഇനി നാളെ എംബാം ചെയ്ത പുരാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇടുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം ഇടുന്നത്? ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ സാധനം വെട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് വെട്ടുന്നത് എന്നത് ഞങ്ങൾ ആരും വെട്ടാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളാരും വിമർശിച്ചിട്ടില്ലല്ലോ, ഞങ്ങളാരും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഇതെന്താണ് പറയുന്നത്? ഇവരാഘോഷിക്കാൻ തുടങ്ങി. മാപ്പ് പറഞ്ഞതിൽ ഞാൻ മോഹൻലാലിനെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ സംഘപരിവാർ പെട്ടേനെ. ഈ എമ്പുരാൻ ടീം മാപ്പ് കയറാൻ തയ്യാറായിട്ടില്ലായിരുന്നെങ്കിലുണ്ടല്ലോ മുണ്ടിട്ട് തലയിൽ പോകേണ്ട അവസ്ഥ വന്നേനെ. എന്തുകൊണ്ടാണ് അത് പോകാൻ കാരണം വന്നത്? എന്തുകൊണ്ടാണ്? ഇവർ മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അത് മാപ്പ് പറഞ്ഞത് ഇവരെ പേടിച്ചിട്ടാണ് എന്നുള്ളതല്ല, മലയാളികളോട് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. നിങ്ങൾ മലയാളി എന്നുള്ളത് നിലയ്ക്ക് ഒരാൾക്ക് വിഷമമുണ്ടായാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ, കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാളികളിൽ ഒന്നടങ്കം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അത് രണ്ട് ഷെയർ ചെയ്തുള്ളൂ. ഒരു കമൻറ്റ് പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല, ഒരു കമൻറ്റ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ പറഞ്ഞ ഇപ്പോൾ ഷെയർ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള കമൻറ്റ് പൃഥ്വിരാജിന് എഴുതായിരുന്നല്ലോ, എന്തുകൊണ്ട് പൃഥ്വിരാജ് എഴുതിയിട്ടില്ല? അപ്പം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇവർ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ അത് ഒരു തെറ്റുമില്ല. കാരണം എന്താണ്? ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ആ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഒന്നടക്കം വന്നിട്ട് പറയുകയാണ് സിനിമ കാണേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ്? അവരതിനെ എതിർക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. സംഘപരിവാർ കാര്യമായിട്ട് വന്നിട്ട്, സംഘപ്രസ്ഥാനങ്ങൾ കാര്യമായിട്ട് വന്ന് പറയുകയാണ് ഈ പടം കാണേണ്ട, അല്ലെങ്കിൽ അതിനെ കാര്യമായി വിമർശിക്കുകയാണ്. ഞാൻ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നമ്മുടെ
നമുക്കൊരു കഥേനെയോ ഒരു നാടകത്തെയോ ഒരു ആവിഷ്കാരത്തെയോ വിമർശിക്കുന്നതിനോ പക്ഷേ അത് വിമർശനം മാത്രമേ ആകാൻ പാടുള്ളൂ. അത് ഭീഷണീൻ്റെ സ്വരം ആകാൻ പാടില്ല. ഭീഷണീൻ്റെ സ്വരം ആകുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? ഭീഷണീൻ്റെ സ്വരം ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടി വരും. ഇപ്പം നമ്മളൊരാൾ ഒരു കത്തിയെടുത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരെ മുന്നിൽ പോയിട്ട് വെട്ടുകൊണ്ട് ചാവാൻ നിൽക്കില്ലല്ലോ. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം വെട്ടുകൊള്ളേണ്ട ആവശ്യമില്ല. ഇവർക്ക് നാളെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ്, നാളെ ഈ സിനിമയിൽ അഭിനയിക്കേണ്ടതാണ്, നാളെ ഈ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ പറഞ്ഞ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞ ആന്റണി പെരുമ്പാവിനെ സംബന്ധിച്ചിടത്തോളം ഗോകുലം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിൽക്കുക. നാളെ എമ്പുരാൻ തീരും. നാളെ എമ്പുരാൻ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ഇൻകം ടാക്സിൻ്റെയും ED-ൻ്റെയും സെയിൽ ടാക്സിൻ്റെയും GST-ൻ്റെയും മറുപടി ആര് പറയേണ്ടി വരും? പൃഥ്വിരാജ് പറയേണ്ട. അന്നേരം പൃഥ്വിരാജ് ഒന്ന് പറയാം, എന്നെ എമ്പുരാൻ്റെ കേസിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്നേരം പറയും എന്താണ്? പൃഥ്വിരാജിൻ്റെ അടുത്ത് ED റെയ്ഡ്, നമ്മളടക്കം വാർത്ത കൊടുക്കും. പൃഥ്വിരാജിൻ്റെ അടുത്ത് ED റെയ്ഡ്, പൃഥ്വിരാജിൻ്റെ അടുത്ത് ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറയും, ഇല്ലേ? അപ്പോൾ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളെ കൈകാര്യം ചെയ്തു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, അവർ ശക്തമായി നിലപാട് സ്വീകരിച്ചിട്ട് നിങ്ങളിത് മാറ്റണമെന്ന് പറയേണ്ട കാര്യമില്ല. ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രം മതി. അന്തരീക്ഷം ഉണ്ടാക്കിയാൽ മതി. അന്തരീക്ഷം ഉണ്ടാക്കിയാൽ ഏത് സംവിധാനം, കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്ത് തന്നെയാണല്ലോ. ആ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റേതായ ശൈലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ഒരു നടൻ എന്ന് പറയും, സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ. ഞാനത് പല സ്ഥലങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പം അത്രയും സംഘപരിവാറിനോട് അടുത്ത് നിൽക്കുന്ന നടനായിട്ടുള്ള മോഹൻലാൽ നെതിരെ ഇവർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ്. ഇവർ ഇഗ്നോർ ചെയ്യേണ്ടതായിരുന്നു, ഈ പറയുന്ന സംവിധാനത്തെ ഇഗ്നോർ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവർ തൊട്ടത് കൊണ്ടാണ് ഇത് രാജ്യം അറിഞ്ഞത്. ഇത് തിയേറ്ററിൽ ഒരു മണിക്കൂറിൽ 16,000 ടിക്കറ്റാണ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 16,000 ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഒരു സീറ്റ് അവൈലബിലിറ്റി ഇല്ല. അപ്പം ഇത് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുന്ന സിനിമയാക്കി മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രശ്നമാക്കി മാറ്റിയത് സംഘപരിവാറാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു സിനിമ ലോകം ചർച്ച ചെയ്യുകയും ഇന്ത്യ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ എന്താണ് പറയുക, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകൾ ഫില്ലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ മലയാള സിനിമ ഒരിക്കലും കാണാത്തൊരു പ്രശ്നം എന്താണ്? മലയാള സിനിമ കേരളത്തിന് പുറത്ത് വലിയ രീതിയിൽ ഓടില്ല. പല ഭാഷയിലുണ്ട്. വലിയ മലയാള സിനിമ അങ്ങനെ ഓടുന്നില്ല. നമ്മൾ മലയാള സിനിമ ഓടുന്നത് മിക്കവാറും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ വെളി രാജ്യങ്ങളിലുമാണ്, അല്ലേ? ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന അവസ്ഥയിലേക്ക് ഈ സിനിമ മാറി. GCC കൺട്രീസിൽ പ്രത്യേകത എന്താ? GCC കൺട്രികൾ മുസ്ലിം രാജ്യങ്ങളാണ്, അല്ലേ? മുസ്ലിം രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ഈ സംവിധാനം ഓടുന്ന രീതി, കേരളത്തിൽ കളക്ഷൻ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കളക്ഷൻ രാജ്യത്തിന് പുറത്ത് കിട്ടുന്ന അവസ്ഥയിലേക്ക് ഈ സിനിമയെ കൊണ്ട് എത്തിച്ചത് സംഘപരിവാറാണ്. അപ്പോൾ ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആരല്ല? ഈ സിനിമ വിജയിപ്പിച്ചതിൻ്റെ ശില്പി എന്ന് പറയുന്നത് പൃഥ്വിരാജല്ല, സംഘപരിവാറായി മാറിയിട്ടുണ്ട്. സംഘപരിവാറിൽ എന്താണോ ഉദ്ദേശിച്ചത് അതിന് വിപരീത ഫലമാണ് ഉണ്ടായത് എന്നാണ്. ഗുജറാത്ത് കലാപത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഗുജറാത്തുമായി ED വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയണ്ട എന്ന് പറഞ്ഞതിൽ അത് തൊട്ടതോടുകൂടി ഇപ്പോൾ എല്ലാവരും അറിയാൻ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആ സിനിമ കണ്ടതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഇതിൻ്റെ അകത്ത് സംഘപരിവാറിനെ മാത്രമല്ല വിമർശിച്ചിട്ടുള്ളത്, നല്ല രീതിയിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പിണറായി വിജയനെ ഇടതുപക്ഷത്തെ BJP ആവുകയാണ്. ഇത് നല്ല രീതിയിൽ BJP-നെ വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ CPM ഇടതുപക്ഷത്തെ വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പിണറായി വിജയനെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള എല്ലാ പാർട്ടിയിലും വിമർശിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള എഴുതിയൊരു സിനിമയാണ്. അല്ലാതെ ഇതൊരു പ്രസ്ഥാനത്തെയോ ഒരാളെയോ ഉദ്ദേശിച്ചിട്ട്, അത് മാത്രമല്ല അതിൽ ഹിന്ദു വിരുദ്ധത ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ സിനിമയിൽ ഹിന്ദു വിരുദ്ധത എവിടെയാണ് കയറി വന്നത്? ഹിന്ദുത്വ വിരുദ്ധത ഞാൻ പറയുന്നത് വലിയ രീതിയിലായിരിക്കും കണ്ടില്ല. എന്താണ് ഇതിനങ്ങനെ വന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പം അത് എന്ന് പറയുന്നത്, അത് എഴുതുന്ന മുരളി ഗോപിൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് അത് എഴുതുക. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വിമർശിച്ചോളൂ, നല്ല രീതിയിൽ വിമർശിച്ചോളൂ. പക്ഷേ ഭീഷണിയുടെ സ്വരം പാടില്ല എന്നുള്ളതാണ്. അത് എന്താണോ ഇവർ ഉദ്ദേശിച്ചത് അതിൻ്റെ വിപരീത ഫലമാണ് അവർക്ക് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.